എന്നെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിരോധിക്കേണ്ട സിനിമകളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ സിനിമയെ വിലയിരുത്തുന്നത്. 100% ഞാൻ യോജിക്കുന്നു. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററുകളിലേക്ക് ഫാമിലി ആയിട്ട് അതും ഈവൻ കുട്ടികളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ കേരള സ്റ്റോറി കണ്ടിറങ്ങി ഓടിച്ചുകൂടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടവരൊക്കെ ആണെങ്കിൽ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ കേരള സ്റ്റോറി റിവ്യൂലേക്ക്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. സ്റ്റോറി ഐ ഓപ്പണർ ആണ്, റിയലിസ്റ്റിക് ആണ്. ഫസ്റ്റ് പാർട്ടിനേക്കാളും വളരെ നന്നായിരിക്കുന്നു. തീർത്തും കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും കാണേണ്ട സിനിമയാണ്. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. നന്മയുള്ള സിനിമ, ഒത്തിരി പേർക്ക് ഒത്തിരി മോട്ടിവേഷൻ നൽകുന്ന സിനിമ. ഒരു മോട്ടിവേഷൻ ആണിത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കേരള സ്റ്റോറി 2 എന്ന് പേരിട്ടിട്ട് ഒറ്റ മലയാളിയുടെ പേര് സിനിമയ്ക്ക് അകത്തുമില്ല, സിനിമയുടെ പുറത്തുമില്ല എന്ന് പറയുന്നത് ഇച്ചിരി ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കേരള സ്റ്റോറി എന്നുള്ള പേരും കേരള സ്റ്റോറി 1-2 മലയാളം ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ടെന്നേ ഉള്ളൂ. അതിന്റെ പിറകിൽ ഒരു വലിയ ഹിഡൻ അജണ്ട ഉണ്ട്. അത് ശ്രദ്ധിക്കാണ്ട് കേരളം എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമൊന്നും. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. മൊത്തത്തിൽ പടം കണ്ടിട്ടുണ്ടോ? ചെന്ന് കാണും. അല്ല, ഫസ്റ്റ് പാർട്ടിൽ നമ്മള് വിവാദങ്ങൾ നോക്കണ്ട. കേരള സ്റ്റോറി 2 നല്ലതാണ്. ഷാജി കേട്ടാ ഇവിടെ കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. തീർത്തും കാണേണ്ട സിനിമ. കേരളത്തിന് മോശമാക്കുന്ന സിനിമ. കേരളത്തിന് ഒരിക്കലും മോശമല്ല. കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. കേരളമായിട്ടാണ് കാണിക്കുന്നത്. ഇതാണോ കേരളം? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരം ലവ് ജിഹാദുകളും ഇത്തരം മതപരിവർത്തനങ്ങളും വളരെ വലുതായി ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. അങ്ങനെയുള്ളവരുടെ വാക്ക് വിശ്വസിക്കരുത്. ബീഫിന്റെയും പൊറോട്ടയുടെയും ബീഫിന്റെയും പൊറോട്ടയുടെ അതിൽ അതിനപ്പുറം ഇവിടെ നടക്കുന്നുണ്ട്. അത് പക്ഷെ നിങ്ങൾ ആരും കാണുന്നില്ല. അതാണ് സംഭവം. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി ബീഫ് തുപ്പുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ബീഫ് ഛർദ്ദിക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. ബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചതിന് ശേഷം അവൾ ആ ബീഫ് അത് വയറ്റിലായി പോയല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് വയറ്റത്ത് അടിച്ചടിച്ചടിച്ചടിച്ച് ഛർദ്ദിച്ച് തൊണ്ടയിൽ വിരലിട്ട് ആ ബീഫിനെ പുറന്തള്ളുന്ന സീനും സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. അത് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം ഇതിനെ എതിർക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. നന്മയുള്ള സിനിമ, ഒത്തിരി പേർക്ക് ഒത്തിരി മോട്ടിവേഷൻ നൽകുന്ന സിനിമ. ഒരു മോട്ടിവേഷൻ ആണിത്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. മയിലാണ് സന തോന്നിയായിരിക്കും. അതെ, മലയാളികൾ ഇത് ഏറ്റെടുക്കണം. നിങ്ങൾ പറഞ്ഞ് ഏറ്റെടുപ്പിക്കണം. മുസ്ലിം വിരോധം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, അതൊന്നുകൂടി ഒന്ന് ടോപ്പ് ലെയറിലേക്ക് കൊണ്ടുവരിക, ഹിന്ദു ഉണരേണ്ട ആവശ്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുക, അതുപോലെ കേരളത്തോടുള്ള ഒരു വിരോധം. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അവർ കേരള സ്റ്റോറി എന്ന് പറയുന്ന ടൈറ്റിലിനെ കാണുന്നത്. പുച്ഛിരിണ്ടല്ലോ, ഇത് കേരളത്തിലെ ഒരു സാധാരണക്കാരനോടുള്ളതാണ്. ഈ സിനിമ നമ്മൾ എടുത്തു നോക്കിയാലും കേരളത്തിന് ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ കേരളത്തിനെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു ടൂള് മാത്രമാണ് അവർക്കിത്. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.